ഹാജറില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് പിന്നെ പാർലമെന്റിൽ പോകുന്നത്? കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയർന്ന ചോദ്യം ഇതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആ ചോദ്യത്തിന് പ്രസക്തി കൂടുന്നു. ലോക്സഭയിലെ കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം പലപ്പോഴും ചർച്ചാ വിഷയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യത്തിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലെ പല അംഗങ്ങളുടെ ഹാജർ നിലയും വലിയ ചർച്ചയായി. സോഷ്യൽ മീഡിയയിൽ പാർട്ടി അണികൾക്ക് വരെ ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ടി വന്നു പലവട്ടം. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഹാജർ നില മിക്കവാറും സെഷനുകളിൽ 51% മാത്രമാണ്. പാതി ദിനം പോലും ലോക്സഭയിൽ ഹാജരാകാത്ത അങ്ങയെ എങ്ങനെ ന്യായീകരിക്കുമെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലൂടെ കത്തെഴുതിയ യൂത്ത് ലീഗ് കുന്നമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വരെ അന്ന് ചോദിച്ചത്. മാപ്പർഹിക്കാത്ത തെറ്റാണ് താങ്കൾ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും പദവി ഒഴിയാനും ആവശ്യപ്പെടുന്ന കത്ത് പിന്നീട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിക്കപ്പെട്ടെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾക്ക് ആ ഒരു കത്ത് വഴിവെച്ചിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഹാജർ നില ലോക്സഭയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഹാജർ നില സംബന്ധിച്ച ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് കാര്യങ്ങൾ. ഈ സെഷനിൽ ആദ്യ 8 ദിവസത്തെ കണക്കുകളിൽ പകുതി ദിവസവും പി.കെ. കുഞ്ഞാലിക്കുട്ടി സഭയിൽ എത്തിയിട്ടില്ല. ഈ 8 ദിവസങ്ങളിലും ശശി തരൂരും മുല്ലപ്പള്ളിയും ഇന്നസെന്റും ജോയ്സ് ജോർജും എല്ലാം മുഴുവൻ ഹാജരായിരുന്നു. കേരളത്തിലെ എംപിമാരിൽ ഏറ്റവും കുറവ് ഹാജർ നില കുഞ്ഞാലിക്കുട്ടിക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ലീഗ് അതിനെ ഗൗരവത്തോടെ തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണുന്നതും. രോഗബാധിതനായി അന്തരിച്ച എം.എ. ഷാനവാസിന് പോലും 68% ഹാജർ നില ലോക്സഭയിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റെല്ലാ എംപിമാർക്കും 70%-ലേറെ ഹാജരാണുള്ളത്. സഭ ചേർന്നതിന്റെ പകുതി ദിവസം പോലും കുഞ്ഞാലിക്കുട്ടി ഹാജരായില്ലെന്നാണ് കണക്കുകൾ. എംപിമാരുടെ ദേശീയ ശരാശരി ഹാജർ നില 80%. 2017 ജൂലൈ 17-നാണ് കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി ഉപതിരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലെത്തിയ ശേഷമുള്ള 2017 ജൂലൈയിലെ ആദ്യ സമ്മേളന കാലയളവിലും ഹാജരായ ദിവസത്തേക്കാൾ കൂടുതലാണ് ഹാജരാകാത്ത ദിവസങ്ങൾ. പിന്നീടുള്ള 3 സെഷനുകളിലും ഏതാണ്ട് സമാനമാണ് സ്ഥിതി. ഇതിൽ ഒരു സെഷനിൽ മാത്രമാണ് 50%-ന് മുകളിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഹാജരുള്ളത്. അതേസമയം ഈ കാലയളവിലെല്ലാം ലീഗിന്റെ മറ്റൊരംഗമായ ഇ.ടി. മുഹമ്മദ് ബഷീറിന് മികച്ച ഹാജർ നില ഉണ്ട് താനും. ഏതായാലും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ മുറുമുറുപ്പുണ്ട്. ഹാജറില്ല. പിന്നെ എന്തിനാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പോകുന്നതെന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള പാർട്ടി അണികൾ വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് ഈ വിഷയത്തെ ഗൗരവത്തോടെ തന്നെയായിരിക്കും കാണുക എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും വലിയ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. നേതൃപാഠവും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് ലീഗിനുള്ളിൽ അദ്ദേഹം ഉള്ളത്. എങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പോകുമ്പോൾ അതിന് ആ ഒരു പ്രാധാന്യം അദ്ദേഹം പാർലമെന്റിൽ ഹാജർ നിലയിൽ കാണിക്കുന്നില്ലെങ്കിൽ, ആ അസാന്നിധ്യം പലപ്പോഴും ചർച്ചയാവുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം ഇനി വേണമോ വേണ്ടയോ എന്ന് കേരളത്തിലെ ലീഗ് അണികൾ ചിന്തിച്ചു തുടങ്ങുമോ എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വഴി പാർട്ടി അണികൾ വരെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പലപ്പോഴും പ്രതികരിച്ചതും. മുത്തലാഖ് സമയത്ത് പോലും കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. ഹാജർ നില മിക്കവാറും സെഷനുകളിൽ 51%. പകുതി ദിനം പോലും ലോക്സഭയിൽ ഹാജരാകാത്ത ഒരു എംപിയെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് സോഷ്യൽ മീഡിയയിലൂടെ കത്തെഴുതിയ യൂത്ത് ലീഗ് കുന്നമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനെ പോലെ ഒരുപാട് അണികൾ രംഗത്ത് വന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് അടിതെറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിന് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും തങ്ങൾക്ക് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യമുണ്ടെന്നും ഇതൊന്നും ശരിയല്ലെന്നും വലിയ വിമർശനങ്ങൾ പാർട്ടി അണികൾ തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ, അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ ചർച്ചയാകുമ്പോൾ, മാധ്യമ വാർത്തകളാകുമ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇനി ഓരോ അടിയും മുന്നോട്ട് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭയുടെ പടിവാതിൽ ചവിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നമായി മാത്രം തന്നെ അവശേഷിക്കും എന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഏതായാലും ശശി തരൂരും മുല്ലപ്പള്ളിയും ഇന്നസെന്റും ജോയ്സ് ജോർജും ഒക്കെ ഹാജരുമായി ഉള്ളപ്പോൾ കേരളത്തിലെ എംപിമാരിൽ ഏറ്റവും കുറവ് ഹാജർ നില കുഞ്ഞാലിക്കുട്ടിക്കാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അത് ലീഗിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. രോഗബാധിതനായി അന്തരിച്ച എം.എ. ഷാനവാസിന് പോലും 68% ഹാജർ നില ലോക്സഭയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സജീവമായി തന്നെ ലോക്സഭയിൽ എത്തിയിരുന്നു. മറ്റെല്ലാ എംപിമാർക്കും 70%-ലേറെ ഹാജർ ഉണ്ടെന്നിരിക്കെ 51% ഹാജറും വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഇനി എങ്ങനെ ലോക്സഭ കടക്കും എന്നുള്ളത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്.